പ്രൈസ് ലോർഡ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൊറോവിയൻ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലാണ്. 100 വർഷങ്ങൾ ചെക്കോസ്ലാവിയയിൽ മൊറോവിയൻ ഗ്രൂപ്പ് പ്രാർത്ഥിക്കുകയും അവിടെ നിന്നൊരു വിഭാഗം അവിടെ നിന്ന് ഉണർവിൻ്റെ പ്രാർത്ഥനയുമായി 18-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് അവസാന സമയത്ത് അമേരിക്കയിലെ ഈ പ്രദേശത്ത് വരികയും ഏകദേശം 1,00,000-ഓളം ഏക്കർ കിടക്കുന്ന ഈ ലാൻഡിൽ, ഈ മൗണ്ടനിൽ അവരുടെ പ്രയർ വർഷങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇവിടെ 100 കണക്കിന് ആളുകൾക്ക് ഏഞ്ചലിക് എൻകൗണ്ടർ ലഭിച്ച സ്ഥലമാണ്. കിങ് ക്ലെമന്റ്, ബോബ് ജോൺസൺ, വലിയ പ്രവാചകന്മാർ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അവർ ചിലർ വാങ്ങിച്ച്, മൊറേവിയൻകാർ പ്രാർത്ഥിച്ചിട്ടിട്ട് പോയ സ്ഥലത്തെ ബോബ് ജോൺസൺ അതിനകത്ത് 100 ഏക്കർ വാങ്ങിച്ച് പ്രയറിനായി തുറക്കപ്പെട്ടു. വലിയ ദൈവമഹത്വവും ദൈവസാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഓപ്പൺ പോർട്ടലാണ്. യാക്കോബിനോട് പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് സ്വർഗത്തിൻ്റെ വാതിലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു ഓപ്പൺ പോർട്ടൽ ഉള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ വരാൻ, ഒരു ദിവസം ഇവിടെ താമസിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ. ഏതെങ്കിലും സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, സ്ഥലത്തിൻ്റെ പ്രത്യേകതയേക്കാൾ ചില സ്ഥലങ്ങളിൽ ചിലർ പ്രാർത്ഥിച്ചിട്ടേക്കുന്ന വീണ്ടും വീണ്ടും, ഇപ്പം ബൈബിളിലെ യോർദാൻ എന്ന സ്ഥലം വീണ്ടും വീണ്ടും അനുഭവങ്ങൾ നടന്നത്, ഏലിശ, ഏലിയാവ്, യോശുവ, യേശു, യോഹന്നാൻ, ഇങ്ങനെ വീണ്ടും വീണ്ടും അനുഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ ബൈബിളിൽ കാണാം. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ നടന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് വരാൻ സാധിച്ചത്. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ഏഞ്ചലിക് എൻകൗണ്ടർ കർത്താവ് തരുന്ന രാത്രിയായിരിക്കും ഇന്ന് രാത്രി. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലെസ് യു.